നമസ്കാരം. മനസ്സിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വഴി ശരീരത്തെ ബാധിക്കുന്ന നിരവധി രോഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് പാനിക് അറ്റാക്ക്. പലർക്കും പല രീതിയിലും പല സാഹചര്യത്തിലുമാണ് ഇത് പ്രകടമാകുന്നത്. കുറേ നാളത്തെ മാനസിക സംഘർഷത്തിൽ കൂടി, നെഗറ്റീവ് ചിന്തയിൽ കൂടി, ഭയത്തിൽ കൂടി, ഉത്കണ്ഠയിൽ കൂടിയൊക്കെയാണ് ഒരു വ്യക്തി ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പാനിക് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 5 സാഹചര്യങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പാനിക് അറ്റാക്കിനെ കുറിച്ച് ഞാൻ ഈ പറയുന്ന 5 സാഹചര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു വ്യക്തി സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫിസിക്കലി മെൻ്റലി കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന സാഹചര്യത്തിൽ, എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വാഗസ് നെർവ് ട്രിഗർ ചെയ്യുന്ന അവസ്ഥ. ഇത് പല സാഹചര്യത്തിലും ഉണ്ടാകാം. ശരീരം കൊണ്ട് ഓവർ വർക്ക് ചെയ്യുക, അതുപോലെ മാനസികമായിട്ട് കൂടുതൽ സ്ട്രെയിൻ എടുത്തുള്ള ജോലികൾ ചെയ്യുക, എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഡിഫൻസ് മെക്കാനിസം ടെമ്പററി ആയിട്ട് വീക്കാകുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ചില വ്യക്തികൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകാം. രണ്ടാമത്തെ കാര്യം, അമിതമായിട്ടുള്ള ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഭയം, അല്ലെങ്കിൽ ഉത്കണ്ഠ ഒക്കെ തോന്നുന്ന ഏതെങ്കിലും ഒരു സോഷ്യൽ സർക്കംസ്റ്റാൻസസ്. അത് ആളുകൾ കൂടുന്ന ഏത് സാഹചര്യവുമാകാം. ഒരുപക്ഷെ ഒരു ഫംഗ്ഷൻ ആകാം, ഒരു മീറ്റിംഗ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡുകളാകാം. പ്രത്യേകിച്ചും സോഷ്യൽ ഫോബിയ ഉള്ളവരെ സംബന്ധിച്ച് ഇത് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പതിവായിട്ട് ഉറക്കമില്ലാത്ത സാഹചര്യം. അമിതമായിട്ടുള്ള ഉത്കണ്ഠ വഴി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവസ്ഥ, ഉറക്കം കിട്ടുന്നില്ല. ഈ സമയത്ത് ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്ന സിഗ്നലുകൾക്ക് വ്യത്യാസം വരുന്നു. എന്നുവെച്ചാൽ ചിലരെ സംബന്ധിച്ച് നോർമലായിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ ഉണ്ടായി വരുന്നു. അടുത്ത ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ, അതിനകത്ത് നമ്മുടെ മനസ്സ് അമിതമായിട്ട് കോൺഷ്യസ് ആകുന്നു. അതൊരു പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. അതല്ലെങ്കിൽ പിന്നീട് സംഭവിക്കുമോ എന്നുള്ള ഏതെങ്കിലും ഒരു ഭയമായിരിക്കാം. അതല്ലെങ്കിൽ കടുത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഈ ഒരവസ്ഥ ഒരു വ്യക്തിയെ അമിതമായിട്ടുള്ള നിരാശയിലേക്ക്, ആത്മവിശ്വാസക്കുറവിലേക്കൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം ഉള്ളിൽ നടക്കുന്നു എന്ന് മറ്റാർക്കും അറിയില്ല. ഇത് പൂർണ്ണമായിട്ടും ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരും. ഈ സാഹചര്യത്തിൽ പാനിക് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ഈ സമയത്ത് ആ വ്യക്തി കൂടുതലായിട്ടും കോൺഷ്യസ് ആകുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലായിരിക്കും. അപ്പോൾ ഇവരിൽ സംഭവിക്കുന്ന ഈ നെഗറ്റീവ് കാര്യം മറ്റുള്ളവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന ഭയം. ഈ ഭയം ഒരു താൽക്കാലികമായിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡർ അവിടെ ഉണ്ടാക്കുന്നു. ഇത് ചിലരെ സംബന്ധിച്ച് പാനിക് അറ്റാക്കിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിൻ മാത്രമല്ല. ചിലപ്പോൾ ശ്വാസം കിട്ടാതെ അണപ്പ് കൂടുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മയക്കം പോലെ വരുന്ന അവസ്ഥയായിരിക്കാം, തലചുറ്റൽ പോലെ വരുന്ന അവസ്ഥയായിരിക്കാം. ചിലരെ സംബന്ധിച്ച് ശരീരം മുഴുവൻ വിയർത്ത് കുഴഞ്ഞു വീഴുന്ന അവസ്ഥയായിരിക്കാം. ചിലരെ സംബന്ധിച്ച് പരിസരബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കാം. അതുപോലെ ഈ സമയത്ത് ഒരു വിഭ്രാന്തി പോലെ കാണിക്കുന്നവരും ഉണ്ട്. അങ്ങനെ പലർക്കും പല തരത്തിലാണ് ഇത് അനുഭവപ്പെടുന്നത്. അടുത്ത ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, അമിതമായിട്ടുള്ള മദ്യപാനത്തിന് ശേഷമുള്ള വിത്ഡ്രോവൽ സമയങ്ങളിലാണ്. ഈ സമയത്ത് ചിലർക്ക് കടുത്ത നിരാശ അല്ലെങ്കിൽ ഉത്കണ്ഠ തോന്നുന്നു. അപ്പോൾ ഈ വിത്ഡ്രോവലിൻ്റെ ഫലമായിട്ട് ടെമ്പററി ആയിട്ടുണ്ടാകുന്ന ഒരു തരം ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്. ഈ സമയത്ത് ചിലർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകാം. അതുപോലെ നെർവ് സംബന്ധമായിട്ടുള്ള ചില മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിന് മാറ്റം വരാം. അതുപോലെ ഷുഗറിനും പ്രഷറിനുമൊക്കെ അമിതമായിട്ടുള്ള വേരിയേഷൻ വരുന്ന ചില സാഹചര്യത്തിൽ, ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തിന് മാറ്റം വരുന്ന, പെട്ടെന്നൊരു മാറ്റം വരുന്ന, അല്ലെങ്കിൽ തടസ്സം വരുന്ന, അല്ലെങ്കിൽ വേരിയേഷൻ വരുന്ന ഏതൊരു സാഹചര്യവും പാനിക് അറ്റാക്ക് വരാൻ സാധ്യതയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.